അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്മീൻ വറുത്തത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് പറയുന്നത് 1/2 കിലോ. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊരു 1-1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് അനുസരിച്ചിട്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുമാതിരി തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ചെമ്മീൻ ആവശ്യമുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചെമ്മീനുമേ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാനുള്ള പാൻ വെക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനെല്ലാം അതിലോട്ട് മെല്ലെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചെമ്മീൻ്റെ കൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കുഞ്ഞ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.